ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള രുക്മിണി വസന്ത് വിജയ് സേതുപതി മെയിൻ കഥാപാത്രം എത്തുന്നോടാം. അവിടത്തെ ഉറുഗത് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റിംഗിൾ അത് ഇന്ന് 5 മണിക്ക് വരുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ തലപതി വിജയുടെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തേരെ ഇഷ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് സ്റ്റിൽസ് ഇട്ടിട്ടുണ്ട്. ധനുഷും ഋതിസാനോ കൂടിയിട്ടുള്ള ഒരു സ്റ്റിൽസ് തന്നെയാണ്. എന്തായാലും 2-3 ഉണ്ട്, 2-3 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ശുഭം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ സ്ക്രീനിൽ കാണിക്കാം. പ്രവീൺ കണ്ട്രകുള എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും സമന്തയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ SSMB 29 എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്. പ്രിയങ്ക ചോപ്രയുടെ ആണ് കിട്ടിയിട്ടുള്ളത്. ഹോളിയുടെ ഭാഗമായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ്. 2 ഫോട്ടോസാണ്, 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബോസ് എങ്കില ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ മാർച്ച് 21 റീ റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീച്ചർ വരാൻ പോവാണ് ഇന്ന് രാവിലെ 10:32. അപ്പോൾ അതിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ശക്തി തിരുമകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. അത് 2 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. മാർച്ച് 21 പടം റീ റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ അഭിലാഷൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഇന്ന് 5 മണിക്ക് വരുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. അതേമാതിരി പടത്തിന്റെ റിലീസ് മാർച്ച് 29 അറിയിച്ചിട്ടുണ്ട്. ഇതാന്നുള്ള മുന്നേ അറിയിച്ചാണ്, ഡേറ്റ് അറിയിച്ചിട്ടുണ്ടല്ല, ഇപ്പോൾ ഡേറ്റ് കൺഫേം ചെയ്തതാണ്. പിന്നെ 2 വാനം എന്ന് പറഞ്ഞിട്ടുള്ള പടം വിഷ്ണു വിശാലും അമിതാഭ് ബച്ചനും മെയിൻ കഥാപാത്രം എത്തുന്നതാണ്. അതിന്റെ സെക്കൻഡ് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സലാർ എന്ന് പറഞ്ഞ സ്കൾപ്ചറൊക്കെ ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് മാത്രം. പിന്നെ ആസിഫലും ബാലുവർഗീസും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ആസിഫലിന്റെ മിറേജ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂത്ത് ജോസഫ് എടുത്ത പടം. ഇനി അടുത്തതായിട്ട് ടിക്കറ്റ് ഒക്കെ എന്ന് പറഞ്ഞ പടത്തിലാണ് ആൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ മാത്തുകുട്ടി സേവിയറിന്റെ പടത്തിലായിരിക്കും ജോയിൻ ചെയ്യുക. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ 25 ദിവസം ഓടിയതിന്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രാമിന്റെ പടം ഫസ്റ്റ് ദിവസം 4.03 കോടിയാണ് നേടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ദിവസം 4.68 കോടിയാണ് നേടിയിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രം. പിന്നെ ഹാൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു, എന്റെ പെണ്ണെന്ന് അങ്ങനെ എന്തായിരുന്നു പേര്. എന്തായാലും കുഴപ്പമില്ലാത്ത പാട്ടായിരുന്നു, കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സൂര്യയുടെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതിന് സ്ക്രീൻ എടുക്കാം. അതേമാതിരി സൂര്യയുടെ ഇനി വരാൻ പോണ പാടാണ് റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ കോമിക്ക് ഇന്ന് പുറത്തിറങ്ങും. അതല്ലാതെ കഴിഞ്ഞിട്ട് ഇറങ്ങാനാണ് സൂര്യ 45 എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ സായി അഭ്യൻകറാണ് മ്യൂസിക് ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂസിക് കമ്പോസിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് ആർജ ബാലജും സായി അഭ്യൻകറും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ ആറുമുരുകദോസ് സൽമാൻ ഖാനും രശ്മികാന്തനും മെയിൻ കഥാപാത്രം എക്കിയിട്ട് എടുക്കുന്ന പാടാണ് സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തിന്റെ ബുക്ക് മഷോളിൽ ഇൻട്രസ്റ്റ് 182K കൂടുതലായിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ അടുത്ത പാട്ട് എന്ന് വെച്ചാൽ 3rd സിംഗിളും അത് കൂടാതെ ഒരു ട്രെയിലറും ഈ വരുന്ന 8 ദിവസത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ റിലീസ് മാർച്ച് 28 എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇന്നലത്തെ അപ്ഡേറ്റ് വീഡിയോയിൽ മാർച്ച് 30 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 28 എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇവർ കൺഫേം ചെയ്തിട്ടില്ല, വേഗം തന്നെ കൺഫേം ചെയ്താൽ മതിയായിരുന്നു. എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം എന്തിനാന്ന് അറിയില്ല. പിന്നെ നരുവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ ഒരു പടം വരാണ്ട്. പടത്തിന്റെ ഷൂട്ടൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ അതിന്റെ എഡിറ്റിംഗും കഴിഞ്ഞിട്ടുണ്ട്, എന്നുവെച്ചാൽ ഫൈനൽ കട്ട് റെഡി ആയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആണ്. ഇവിടത്തിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് ഷമീർ മുഹമ്മദ് ആണ്, എന്നുവെച്ചാൽ രേഖാചിത്രം മാർക്കോ ഈ പടങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത ആളാണ്. പിന്നെ ആലപ്പുഴ ജിംഖാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഗൾഫ് ഒഴികെയുള്ള ഓവർസീസിൽ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത് 4 സീസൺസ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്, ടൈമൊന്നും അറിയിച്ചിട്ടില്ല. വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്യുന്ന പടത്തിൽ. പിന്നെ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിട്ടുണ്ട് തിങ്കി മ്യൂസിക് എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിൽ 8 പാട്ടുകളായിട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്, അതിന്റെ സത്യാവസ്ഥ എന്താണാവും. പിന്നെ മോഹൻലാലിനെയും മാളവിക മോഹനെയും സംഗീത് പ്രതാപിനും ഒക്കെ വെച്ചിട്ട് സത്യേന്ദ്രകാട് എടുക്കുന്ന പാടാണ് ഹൃദയപൂർവ്വം എന്നായിട്ടുള്ള പടം. അതിന്റെ ഷെഡ്യൂൾ റാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അറിയിച്ചുകൊണ്ട് ക്ലാപ്പോഡ് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതിന് സ്ക്രീൻ കാണിക്കാം. പിന്നെ എൽറ്റിംബരം എന്ന് പറഞ്ഞിടത്തിന്റെ GCCയിലത്തെ US ഒഴികെ ഓവർസീസിലത്തെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സൈബർ സിസ്റ്റംസ് എന്നായിട്ടുള്ള കമ്പനിയെല്ലാം അറിയിച്ചിട്ടുണ്ട്. പിന്നെ എമ്പരം എന്ന് പറഞ്ഞിടത്തിന്റെ ബുക്ക് മഷോളിൽ ഇൻട്രസ്റ്റ് 150K+ ആയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഫാൻ ഷോസ് വേൾഡ് വൈഡ് ആയിട്ട് 266 കൂടുതൽ ഫാൻ ഷോസ് ആണ് ഇതുവരെ ചാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിന്റെ ഒരു ലിസ്റ്റ് കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഈ പടത്തിന്റെ ഫസ്റ്റ് ഡേ എപ്പോഴാണ് തുടങ്ങാന്നുള്ള രീതിയിൽ കുറെ സംശയം ഉണ്ടായിരുന്നു, എന്തായാലും അവർ തന്നെ തീർത്ത് തന്നിട്ടുണ്ട്. മാർച്ച് 27 6 മണിക്കായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കുക, എന്നുവെച്ചാൽ രാവിലെ. പിന്നെ ഇവിടത്തിന്റെ നോർത്ത് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ആയിട്ടുള്ള AA ഫിലിംസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ശ്യാൻ വിക്രമിന്റെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇവന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെൽഫി ഇട്ടിട്ടുണ്ട്, ഇതിൽ സുരാജിന്റെ സൂര്യ ഉണ്ട്, ഋഷിരാജയ ഉണ്ട്, ശ്യാൻ വിക്രം ഉണ്ട്. എന്തായാലും കേരളത്തിലും ഉണ്ടാവും ഇതിന്റെ ഒരു പ്രൊമോഷൻ ഇവന്റ് ലുലു മാളിൽ വെച്ചിട്ട് തിരുവനന്തപുരത്ത്. എന്തായാലും അത് മാർച്ച് 23 രീതിയിൽ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ കേൾക്കാൻ അധികം മാർച്ച് 24 ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും വരട്ടെ, നല്ല പടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഹൃതിക് റോഷനും ജൂനിയർ NTR മെയിൻ കഥാപാത്രം എത്തുന്ന പടം. അവിടത്തിന്റെ റിലീസ് ഓഗസ്റ്റ് 14 കൺഫേം ചെയ്തിട്ടുണ്ട്. യാഷ്രാജ് ഫിലിംസ് തന്നെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമാണ്, ഗംഭീരാവും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.